നമസ്കാരം. ടേം ഇൻഷുറൻസ് എന്താണെന്ന് അറിയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. നമുക്ക് ലൈഫ് ഇൻഷുറൻസ് എപ്പോഴും ഇമ്പോർട്ടൻ്റ് ആണ്. ലൈഫ് ഇൻഷുറൻസ്, അതിൽ ടേം ഇൻഷുറൻസ്. ഈ ടേം ഇൻഷുറൻസ് നമ്മൾ ഇൻഷുറൻസ് എടുക്കുമ്പോൾ എപ്പോഴും നമ്മൾ ഒരു ഇൻഷുറൻസ് പ്ലസ് ഇൻവെസ്റ്റ്മെൻറ്റ് ആംഗിളിലായിരിക്കും എടുക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് കവറേജ് കുറവായിരിക്കും, ഇൻവെസ്റ്റ്മെൻറ്റിൽ നിന്നുള്ള റിട്ടേണും കുറവായിരിക്കും. അപ്പോൾ ഫലത്തിൽ വെൽത്ത് ക്രിയേഷനും മര്യാദയ്ക്ക് നടക്കില്ല. എന്നാൽ ഇവിടെ സെക്യൂരിറ്റി ഉണ്ടാവും, പക്ഷേ ഒരു വെൽത്ത് ക്രിയേഷൻ എന്നുള്ള രീതിയിൽ ഭയങ്കര കുറവായിരിക്കും. ഇവിടെ നമ്മൾ ഇൻഷുറൻസ് നമുക്ക് വേണ്ട അത്രയും ഇൻഷുറൻസ് കിട്ടാത്തൊരു സാഹചര്യമായിരിക്കും. അപ്പോൾ നമുക്കൊരു ലൈഫിൽ ഇൻഷുറൻസ് എടുത്തിട്ട് പലപ്പോഴും ഒരു സാഹചര്യമുണ്ട്, ഏതൊക്കെ സാഹചര്യത്തിൽ എനിക്ക് എൻ്റെ ക്ലെയിം എൻ്റെ ഫാമിലിക്ക് കിട്ടാത്തത് എന്നുള്ളൊരു സാഹചര്യം പല ആൾക്കാർക്കൊരു ചോദ്യമുണ്ട്. അപ്പോൾ ഇന്ന് കവർ ചെയ്യാൻ പോണ കാര്യം വെച്ചാൽ ടേം ഇൻഷുറൻസ് എടുക്കുന്ന സമയത്ത് ഏതൊക്കെ സാഹചര്യത്തിൽ നമ്മുടെ ക്ലെയിം റിജക്റ്റ് ആവാനായിട്ടുള്ള ചാൻസ് ഉണ്ട് എന്നുള്ളതിനെ കുറിച്ചാണ്. ഒരു 5-6 കേസുണ്ട്. അത് നമ്മളൊന്ന് അറിഞ്ഞിരിക്കണം നമ്മൾ പോളിസി എടുക്കണേക്കാളും മുന്നേ. അപ്പോൾ പലപ്പോഴും ടേം ഇൻഷുറൻസ് എടുക്കണം ചിലപ്പോൾ 1 കോടി രൂപയ്ക്കൊക്കെ ആയിരിക്കും നമ്മൾ എടുക്കണം, അല്ലെങ്കിൽ 5 കോടിക്കൊക്കെ ആയിരിക്കും, 10 കോടിക്കൊക്കെ എടുക്കണം. നമ്മൾ എത്രയാണോ റിസ്ക് വേണ്ടത്. ഇതിന് നമ്മളൊരു 20 വയസ്സിലൊക്കെ ആണെങ്കിൽ ഒരു 10,000 രൂപയ്ക്കൊക്കെ നമുക്ക് പെർ ഇയർലി നമുക്ക് 1 കോടി കവറേജ് കിട്ടും. ഇനി നമുക്കൊരു 40 വയസ്സൊക്കെ ആണെങ്കിൽ ഏകദേശം ഒരു 30,000-40,000 രൂപയ്ക്കൊക്കെ നമുക്ക് പെർ ഇയറിൽ 1 കോടിക്കുള്ള കവറേജ് കിട്ടുന്നുള്ളതാണ് ടേം ഇൻഷുറൻസ് എടുക്കുമ്പോൾ ഏറ്റവും വലിയ ഗുണം. അപ്പോൾ നമ്മുടെ ഫാമിലിക്കൊക്കെ എന്തെങ്കിലും ഒരു ഫിനാൻഷ്യൽ റെസ്പോൺസിബിലിറ്റീസ് ഒക്കെ ഉണ്ടാവുമല്ലോ, അത് മീറ്റ് ചെയ്യാനായിട്ട് നമ്മുടെ അഭാവത്തിൽ ഈ ഒരു വലിയ പൈസ കൊണ്ട് അവർക്കത് മീറ്റ് ചെയ്യാൻ പറ്റുന്നുള്ളതാണ് ടേം ഇൻഷുറൻസ് എടുത്ത് വെച്ചാലുള്ള ഏറ്റവും വലിയ ഗുണം. അപ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം വെച്ചാൽ ഏതൊക്കെ സാഹചര്യത്തിൽ ടേം ഇൻഷുറൻസ് ക്ലെയിം റിജക്റ്റ് ആവുന്നുള്ളത്. അപ്പോൾ സാധാരണ കേസിൽ ടേം ഇൻഷുറൻസ് എടുത്തു കഴിഞ്ഞാൽ എടുത്ത ആൾ മരണപ്പെടുകയാണെങ്കിൽ ഫാമിലിക്ക് എത്രയാണോ ആ പൈസ നോമിനിക്ക് അത് കിട്ടും എന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ഗുണം. അപ്പോൾ ഒരു ഇപ്പോഴത്തെ സംശയമാണ് വാറ് പോലത്തെ സിറ്റുവേഷനിലൊക്കെ ഇത് കിട്ടുമെന്നുള്ളത്. അപ്പോൾ വാറിൽ മരണപ്പെട്ട് കഴിഞ്ഞാൽ അവർക്ക് ഇൻഷുറൻസ് ക്ലെയിം കിട്ടും. പക്ഷേ വാറിൽ ടെററിസ്റ്റ് ആക്ടിവിറ്റിയിലൊക്കെ ഇൻവോൾവ് ആയിട്ടുള്ള ആൾക്കാർ മരണപ്പെട്ട ആളാണെന്നുണ്ടെങ്കിൽ അവർ കിട്ടില്ല. ടെറർ ഇൻവോൾവ്മെൻറ്റ് ഉള്ള ആൾക്കാർക്കാണെങ്കിൽ കിട്ടത്തില്ല. ഇതൊരു വലിയൊരു അപ്പോൾ അതേമാതിരി വേറെ ഏതെങ്കിലും ക്രിമിനൽ ആക്ടിവിറ്റികൾ ഇൻവോൾവായിട്ട് അവർ മരണപ്പെട്ട് കഴിഞ്ഞാൽ ടേം ഇൻഷുറൻസിൽ കിട്ടുന്നത് ക്ലെയിം ഫാമിലിക്ക് കിട്ടത്തില്ല. അവരാണ് കാരണം ഇത് ഈ ക്രിമിനൽ ആക്ടിവിറ്റി എന്നുണ്ടെങ്കിൽ ഇവർക്ക് കിട്ടത്തില്ല. അതുപോലെ സൂയിസൈഡ് നടക്കണമെങ്കിൽ അത് വിത്തിൻ 1 ഇയർ ആണെന്നുണ്ടെങ്കിൽ ഒട്ടുമിക്ക കമ്പനികളിലെയും ടേം ഇൻഷുറൻസ് ക്ലെയിം നോക്കുമ്പോൾ വിത്തിൻ 1 ഇയർ. അതായത് ഞാനൊരു മെജോറിറ്റി ഓഫ് കമ്പനിയായിട്ട് പറഞ്ഞത്. ഇപ്പോൾ ചില ഏതെങ്കിലും കമ്പനിക്ക് ആ ഒരു ടേംസ് ആൻഡ് കണ്ടീഷനോട് ഞാൻ 3 വർഷത്തേക്കാണെന്നുണ്ടെങ്കിൽ അത് കിട്ടില്ല. പക്ഷേ 1 വർഷത്തേക്ക് വരെ ഉള്ള സൂയിസൈഡ് വരെയാണെന്നുണ്ടെങ്കിൽ അതും ഇതിൽ ടേം ഇൻഷുറൻസിൽ ക്ലെയിമിൽ പെട്ടില്ല എന്നുള്ളതാണ് ഒരു കാര്യം. പിന്നെ നമ്മൾ ഒത്തിരി അഡ്വഞ്ചർ സ്പോർട്സുകളൊക്കെ ഉണ്ടല്ലോ, പാരഷൂട്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ, ഇതൊക്കെ ചെയ്തിട്ട് മരണപ്പെടുകയാണെങ്കിൽ അതും ഈ പറഞ്ഞ ക്ലെയിമിൽ പെട്ടിട്ടുണ്ടാവില്ല. അപ്പോൾ അതും 3 വർഷത്തിനുള്ളിൽ നമ്മളെടുത്തിട്ട് 3 വർഷത്തിനുള്ളിലാണ് ഇത്തരം അഡ്വഞ്ചർ സ്പോർട്സിലൊക്കെ ആക്ടിവിറ്റിയിൽ പെട്ടിട്ട് ആൾ മരണപ്പെടുകയാണെങ്കിലും നമുക്ക് നമ്മുടെ ഫാമിലിക്ക് ആ ക്ലെയിം കിട്ടത്തില്ല. അതുപോലെ തന്നെ നമ്മൾ പോളിസി എടുക്കുന്ന സമയത്ത് നമ്മുടെ ഡോക്യുമെൻ്റ് നമ്മൾ കൊടുത്തിട്ടുണ്ടാവും. ഇപ്പോൾ ഡിഗ്രി ഉള്ള ആൾ, ഡിഗ്രി ഇല്ലാത്ത ആളെന്നൊക്കെ പറഞ്ഞിട്ട് അതിൽ വല്ല മിസ് ഇൻഫോർമേഷൻ ഉണ്ടെങ്കിൽ ഡോക്യുമെൻറ്റ് മിസ് ഇൻഫോർമേഷൻ അങ്ങനെയാണെങ്കിലും കിട്ടില്ല. അതേപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും അസുഖങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്, അത് നമ്മൾ ഹൈഡ് ചെയ്തിട്ടാണ് നമ്മൾ പോളിസി എടുത്തിട്ടുണ്ടെങ്കിൽ അതിനും നമ്മുടെ ക്ലെയിം റിജക്റ്റ് ചെയ്യാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതാണ് നമ്മൾ എപ്പോഴും ടേം ഇൻഷുറൻസ് എടുക്കുമ്പോൾ ഏതൊക്കെ സാഹചര്യത്തിൽ നമ്മുടെ ക്ലെയിം കിട്ടില്ല എന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്ന കാര്യങ്ങൾ. ഇത് ഒരു ഗുഡ് ടു ഇൻഫോർമേഷനാണ്. നമ്മളെപ്പോഴും വരില്ല എന്ത് മരണപ്പെട്ടാലും നമുക്ക് ടേം ഇൻഷുറൻസിൽ നിന്ന് പൈസ കിട്ടൂലേ എന്നുള്ള ചോദ്യത്തിന് ഉള്ളൊരു കാര്യം. അതേമാതിരി ടേം ഇൻഷുറൻസ് എടുക്കുമ്പോൾ തന്നെ നമ്മൾ നോക്കേണ്ട കാര്യം വെച്ചാൽ മൾട്ടിപ്പിൾ കമ്പനികൾ നോക്കുക, എന്നിട്ട് അതിൻ്റെ സെറ്റിൽമെൻറ്റ് റേഷ്യോ നോക്കുക. അതേപോലെ എത്ര രൂപ സെറ്റിൽമെൻറ്റായിട്ട് കിട്ടിയിട്ടുണ്ടെന്നും ഉള്ള സ്റ്റഡിയൊക്കെ നടത്തിയിട്ട് ഒരു പോളിസി എടുക്കുകയാണെങ്കിൽ അത്രയും നല്ലതായിരിക്കും. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മുടെ പേഴ്സണൽ ഫിനാൻസിൽ. ഇൻവെസ്റ്റ്മെൻറ്റിനേക്കാൾ ഇമ്പോർട്ടൻ്റ് ആണ് ലൈഫ് ഇൻഷുറൻസ്, റൈറ്റ് പോളിസി വാങ്ങി വയ്ക്കുക എന്നുള്ളത്. ഈ വീഡിയോ ഉപകാരപ്രദമായിരിക്കുന്നു. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഓഫീസിൽ വിളിച്ച് നിങ്ങൾക്ക് സംസാരിക്കാവുന്നതാണ്. അടുത്ത ടോപ്പിക്കായിട്ട് അടുത്ത ദിവസം ഇനിയും കാണാം. താങ്ക് യു സോ മച്ച്.